ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഞാനും ഏട്ടനും കൂടി കാണുന്ന ഒരു ദിവസം എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ബ്രിട്ടീഷ് പാലത്താണ് കേട്ടോ. നമ്മളിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ രാവിലെ തന്നെ ഇവിടെ ഭയങ്കര തിരക്കുണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറിയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു പേരെന്താണെന്നറിയോ? എനിക്കറിയില്ല കേട്ടോ. നമ്മൾ പക്ഷേ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കളിക്കാൻ പോകുമ്പോഴൊക്കെ കയ്യിലൊക്കെ പിടിച്ചത് നടക്കുന്നുണ്ട്. അതുപോലെ സിനിമയിൽ പാട്ട് സീനിലൊക്കെ കണ്ടിട്ടില്ലേ. പക്ഷെ അതിൻ്റെ പേര് മാത്രം അറിയില്ല. കിട്ടിയത് അവിടെ നിന്ന് വലിച്ചത്. ഈ കാട്ടിനോടെ പോയിട്ട് വലിച്ചിട്ട് വന്നാണല്ലേ. കുറേ നാളായിട്ട് ഇങ്ങനെ ഒന്ന് കയ്യിൽ പിടിച്ച് നിന്നിട്ട് ഞാനിങ്ങനെ ആക്കപ്പായിട്ട് ഇങ്ങനെ ആക്കണേ. അയ്യേ, എന്താണ് ഗുൽഫി? ഒരു ഗുൽഫി മേടിച്ചിട്ട് എനിക്ക് തരാതെ കഴിക്കാൻ പോവാണല്ലേ. വേണ്ട പറഞ്ഞില്ലേ. എന്നെ നിർബന്ധിക്കണം. വേണ്ട പറഞ്ഞാലും നിർബന്ധിക്കണം. എനിക്ക് അതിന് നിർബന്ധിക്കുന്നത് ഇഷ്ടമല്ല. വേണ്ട പറഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനെയാണ്. ഞാൻ ഫോർമാലിറ്റിക്ക് പറഞ്ഞാണ് വേണ്ടെന്ന്. നീ ഇങ്ങനെ വേണ്ട, നീ കഴിച്ചോ. നീ മേടിച്ചല്ലേ. ഇതെന്താ ഗുൽഫി അല്ലേ ഇത്? കഴിച്ചിട്ട് കുറേ ആയില്ലേ. ബംഗാളികളാണ് ഇത് കൂടുതലും വിൽക്കണത് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. മുമ്പ് പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴല്ല. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഏതാ ഫ്ലേവർ? അങ്ങനെയൊന്നുമില്ല. ഇത് കുടുംബശ്രീയുടെയാണ്. കുടുംബശ്രീ ഒന്നില്ലെങ്കിൽ അവിലുണ്ടാവും, അല്ലെങ്കിൽ സേമ ഉണ്ടാവും. ഇത് ഇങ്ങനത്തെ ഫസ്റ്റ് ടൈമാണ്. വേണ്ട 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 പറഞ്ഞിട്ട് വീഡിയോ ഓഫ് ചെയ്തപ്പോൾ അങ്ങനെ തട്ടിപ്പിടിങ്ങി. കുറച്ച് ടേസ്റ്റ് നോക്കാൻ എടുത്തതല്ലേ. കുറച്ച് കഴിക്കുന്നേ എപ്പോഴും അങ്ങനെ തന്നെ. നല്ല ടേസ്റ്റ് ഇല്ലേ. കഴിഞ്ഞു. അതിങ്ങനെ താ നിക്ക്. കഴിഞ്ഞിട്ട് വരാം. ഞാനേ ഇത് കഴിച്ചിട്ട് വരാം കേട്ടാ, അല്ലെങ്കിൽ ഇത് എനിക്ക് കഴിക്കാനുണ്ടാവില്ല. കുറച്ച് തന്നിട്ട് പോ. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് വരാം. കൊറേ നേരം നോക്കണത്. വയറൊന്നും വേനക്കില്ല. ഞാൻ വെള്ളമൊന്നും ഇറക്കിയിട്ടില്ല. സത്യം. സത്യം. ഒരു വോഡഫോൺ കമ്പനിക്കാർ വിളിച്ചൊരു പെൺകുട്ടി വിളിച്ചിട്ട് ഓഫറിൻ്റെ കാര്യം എന്താ സംസാരിക്കാനാണേ. അതായത് ഞാൻ സിം എടുത്തിട്ട് ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ വൈകിട്ട് സംസാരിക്കാൻ പറഞ്ഞ് കട്ട് ചെയ്തു. വൈകിട്ടാ? അതെന്തിനും വൈകിട്ട്? എനിക്ക് സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. ഇപ്പം പല നമ്പറിൽ കോൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വിചാരിച്ചാൽ മതിട്ടോ. വോഡഫോണുകാരെ വിളിച്ചാൽ വേണമെന്ന് വിചാരിച്ചാൽ മതിട്ടാ. ഓക്കെ. ആരെങ്കിലും കോൾ വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ നാവും വേണം, ഫോണും വേണം. കുറച്ച് കുറുമ്പ് കൂടുണ്ട്. നമ്മളിപ്പോൾ ബ്രിട്ടീഷ് പാലത്ത്. നമ്മളിത് ഇങ്ങനെ കനാലിൽ വെള്ളം ഫുള്ളായിട്ട് വന്നിട്ടേ ഇല്ലല്ലോ. ഇല്ല, നല്ലോണം ഫുള്ളായി കനാൽ. അതായത് ഇവിടെ 2 പാലമുണ്ട് അല്ലേ. ഒന്ന് നടക്കാനുള്ള പാലം ഇതാണ്, പിന്നെ ഒന്ന് വണ്ടി പോകാനുള്ള പാലമാണ് കേട്ടോ. ഇതിന്റെ നടുക്ക് ഒരു കനാല് അല്ലേ. നമുക്കിതിന്റെ താഴേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണേ പോകാനായിട്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയാണ് അല്ലേ. ഇവിടെ കുറെ സിനിമ എടുത്തിട്ടുണ്ട് നമ്മള്. ഏതൊക്കെയാണ്? ഒടിയൻ എടുത്തിട്ടുണ്ട് അല്ലേ. ഒടിയൻ സിനിമ. പിന്നെ ഏതൊക്കെയാണ്? ഒരു മുറൈ വന്ന് പാർത്തായ ഒരു ഉണ്ണിമൂന്നിന്റെ സിനിമ അല്ലേ. വേറെ ഏതാ ഉള്ള? കുറെ സിനിമ ഇവിടെ എടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് കൊണ്ടായിരിക്കും ഇതിനും ബ്രിട്ടീഷ് പാലം എന്ന് പേര് വന്നത് അല്ലേ. അതെ, കണ്ടിട്ട് അതുപോലെ ഉണ്ടല്ലോ ബ്രിട്ടീഷ് പാലം. 2 ഉണ്ട്. ഇവിടെ ഒന്നുണ്ട്. ഇവിടെ അടുത്ത് കൊട്ടേക്കാട് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ബ്രിട്ടീഷ് പാലമുണ്ട്. 2 ഉണ്ട്. അപ്പോൾ പക്ഷെ അവിടെ അത് കുറച്ച് ഉള്ളിലായതുകൊണ്ട് അവിടെ തിരക്കില്ല. ഇവിടെ ടൗണിനടുത്തായതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. ഫോട്ടോഷൂട്ടൊക്കെ ഒരുപാട് ഇവിടെ വരും. അതുപോലെ ഈ വഴി ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരൊക്കെ വരുന്നുണ്ട്. അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള ഏരിയ ഒന്നും അല്ല. അതെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ ഭയങ്കര ആൾക്കാർ വെള്ളം ഒടിക്കാവുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇത് താഴെ ഇരുന്നിട്ട് അല്ലേ. അപ്പോൾ മദ്യപിക്കാനൊക്കെ വരും. അപ്പോൾ പിന്നെ പോലീസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തിരക്കൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് സിഗ്നൽ വന്നു തുടങ്ങി. ഒരു ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ചായ കുടിച്ചിട്ട് വരാം. കടി എന്താ വേണ്ടേ? കടി അവിടെ എന്താണോ കാണുന്നത് നോക്കാം. ചിലപ്പോൾ ഞാൻ ജ്യൂസ് കുടിക്കും. ചൂടല്ലേ. ശരി, ജ്യൂസ് മതിയാ? ജ്യൂസ് മതി. ശരി, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. നമ്മൾ ബിരിയാണി കഴിക്കാൻ വന്നില്ല. ചിക്കൻ ബിരിയാണി അല്ലേ. ജ്യൂസ് ചായ ഒക്കെ ഒഴിവാക്കി
ഫുഡ് കഴിക്കണം. ഷുഗർ കട്ടല്ല, എനിക്ക് വിശക്കണം, അല്ലെങ്കിൽ വയറ് എന്നെ കട്ടാക്കും. ഷുഗർ കട്ടാവുന്നതുകൊണ്ട് ജ്യൂസ് കുടിക്കുന്നുണ്ടല്ലോ. വിശക്കുക. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ടൗണിൽ 3 സ്റ്റാർ ഒരു ബിരിയാണി ഹൗസാണ്. ബീഫ് ഇഷ്ടമല്ല, ബീഫ് കഴിക്കില്ല. ചിക്കൻ ബിരിയാണി ഇഷ്ടം. എനിക്കെല്ലാം ഇഷ്ടം. ഏട്ടന് നല്ല ഇഷ്ടമാണ്, എനിക്കറിയാം. ഓക്കെ. ഫുഡ് വന്നു. കഴിച്ചിട്ട് ബാക്കി ആദ്യം ഫുഡാണ് മെയിൻ അല്ലേ? എന്തായി പൂവല്ലേ? യെസ്, പോവാ. ഓക്കെ. ഫുഡ് കഴിച്ചല്ലേ? സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. എന്താണ് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നു. ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ടെന്നാ പറയണ ബിരിയാണി കഴിച്ചതുകൊണ്ട്. നമ്മൾ ആദ്യം ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു, എന്നിട്ട് പോയി ഫുഡ് കഴിച്ചു. എന്നിട്ട് ഫുഡ് കഴിക്കേണ്ട സമയത്ത് ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. എവിടെ ഉള്ളത്? ഇതൊരു ബേക്കറിയാണേ. നമ്മളൊരു ലൈം ജ്യൂസ് കുടിക്കാൻ വന്നതാണ് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവാം. പിന്നെ അത്രേ ഉള്ളൂ. ലൈം ഏട്ടൻ കുടിക്കണ്ടേ? ഉച്ചക്ക് ഫുഡ് കഴിച്ചതുകൊണ്ടേ കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോ ആണിത്. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ദിവസം ഇങ്ങനെയൊക്കെയാണ്, മിക്ക ദിവസങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ കാണാം.